നമുക്ക് അടിപൊളി ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമേ. അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് മാരിനേറ്റ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് പിടിക്കട്ടെ. ആ സമയത്ത് നമുക്കിതിന് വേണ്ടി മസാല ഉണ്ടാക്കി വെക്കാമേ. അപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഈ ചെമ്മീൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതായത് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഡീപ് ഫ്രൈ ചെയ്യേണ്ടവർക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ദേ ഈ പരുവത്തിലാക്കി നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഈ പാനിനകത്തോട്ട് തന്നെ ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കാമേ. അപ്പോൾ ഞാൻ ഇതിനകത്ത് എണ്ണ കുറവായതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അതിന് ശേഷം ഒരു 2 സവാളയുണ്ട് കേട്ടോ. അത് 2 സവാളയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇടയ്ക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉപ്പിട്ടോളൂ. അപ്പോഴത്തേന് പെട്ടെന്ന് വരുന്ന കിട്ടും. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് മസാലകൾ ഇടാമേ. അത്യാവശ്യം മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഒരു തക്കാളിക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഈ ഉള്ളിയോടൊക്കെ ഒന്ന് ചേരട്ടെ കേട്ടോ. ഇത് നമ്മൾ ഈ ഉള്ളി മൂപ്പിക്കുകയല്ല, നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ ഈ പരുവാകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീനും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചെമ്മീനകത്തും കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും, ഈ ഉള്ളിക്കകത്തും കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് വെന്തോളൂ കേട്ടോ. നമുക്ക് ഓൾറെഡി ഈ ചെമ്മീൻ വെന്തതാണല്ലോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പരുവായി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇറക്കാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. ടാറ്റാ.